നമസ്കാരം ഗൈസ്. അപ്പോൾ നമ്മൾ വാൽപ്പാറയിലെ ദുരന്തത്തെക്കുറിച്ച് ആദ്യം ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ ആ വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് ഒരിക്കൽ എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാൻ വണ്ടി ഓടിക്കുന്ന സമയത്ത്, അത് ഒമ്നി ആയിരുന്നു. ഒമ്നി ഓടിച്ച് വരുന്ന സമയത്ത് ഇലവീഴാപ്പൂൻ ചേർന്ന് താഴേക്ക് ഇറങ്ങി നമ്മുടെ തൊടുപുഴയ്ക്ക് വരുന്ന കാഞ്ഞാറിലേക്ക് വരുന്ന ആ താഴെ എത്തിയ സമയത്താണ് എൻ്റെ വണ്ടിയുടെ ബ്രേക്ക് പോയത്. വണ്ടിയുടെ ബ്രേക്ക് പോയ സമയത്ത് എനിക്ക് പെട്ടെന്നുണ്ടായത്, ശരിക്കും പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് പേടിച്ചു. കാരണം വണ്ടിയിൽ എല്ലാവരും ഉണ്ട്. അനിയനുണ്ട്, നമ്മുടെ ചേട്ടച്ചാർ, കസിൻ ബ്രദർ മനു ഉണ്ട്. എല്ലാവരും ഫാമിലി ആയിട്ടാണ്. ഞങ്ങൾ ഒരു 10 പേരോളം വണ്ടിക്കകത്തുണ്ട്. പെട്ടെന്ന് പേടിച്ചിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ചാടിക്കോ വണ്ടി ബ്രേക്ക് പോയി. പക്ഷേ പെട്ടെന്ന് മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ബ്രേക്ക് നമ്മൾ എത്ര ഇങ്ങനെ ചവിട്ടിയാലും ചെന്ന് പടലിൽ ഇങ്ങനെ ചവിട്ടി നിൽക്കുകയുള്ളൂ. വണ്ടി സ്മൂത്തായിട്ട് പോവുകയാണ്. പെട്ടെന്ന് ആക്സിലേറ്റർ പിടിച്ചിട്ട് പെട്ടെന്ന് ഗിയർ ഡൗൺ ചെയ്തു. അടുത്ത വീണ്ടും എന്ത് ചെയ്തു, ക്ലച്ച് ചവിട്ടി അടുത്ത ഗിയർ ഡൗൺ ചെയ്തു. പെട്ടെന്ന് ഞാൻ ഫസ്റ്റ് ഗിയറിൽ പടയിൽ കൊണ്ട് എത്തിച്ചു. അപ്പോൾ തന്നെ വണ്ടി ചരച്ച് എന്ത് ചെയ്യുക, പതിയെ മൂവ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴേക്കും ഇവർ ചാടിയിട്ട് ഓടിച്ചെന്ന് കല്ലും കട്ടയും റോഡിൽ കിടന്ന തടി കഷ്ണം പെട്ടെന്ന് ഓടിച്ചെന്ന് ഇവർ വെപ്രാളത്തിൽ എടുത്തിട്ട് കഴിഞ്ഞപ്പോഴത്തേന് വണ്ടി ഇടിച്ചു നിന്നു. ഇതാണ് എൻ്റെ ലൈഫിലുണ്ടായ ഒരു അനുഭവം എന്ന് പറയുന്നത്. അപ്പം ഞാനിത് പറയുമ്പം ഞാനൊരു കാര്യം കൂടെ നിങ്ങളോട് പറയാം. ഞാൻ പറഞ്ഞു, ഞാൻ നേരത്തെ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്നെ അറിയാവുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ട്രാവലർ ഓടിക്കുന്ന ഡ്രൈവർമാർ കുറവാണ്. ഗോപൻ ചേട്ടനുണ്ട്. പലരുടെയും പേരൊന്നും എനിക്കറിയത്തില്ല. ഗോപൻ ചേട്ടൻ്റെ ഒക്കെ വണ്ടി ഞാൻ ഒത്തിരി വിളിച്ചുകൊണ്ടിരുന്നതാണ്, ട്രാവലർ, ഇവിടെ നിന്ന് മെഡിക്കൽ ക്യാമ്പിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അടിമാലി, മൂവാറ്റുപുഴയിലുള്ള യദുവുണ്ട്. യദുവിൻ്റെ വണ്ടിയാണ് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ മൂവാറ്റുപുഴ ഹോസ്പിറ്റലിന് വേണ്ടി വിളിച്ചുകൊണ്ടിരുന്നത്. ട്രാവലറാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവരൊക്കെ ആയിട്ട് ഒരു മാസം ഒരു 10-15ഓളം പ്രോഗ്രാമുണ്ട്. അപ്പോൾ ഇതിലൊക്കെ മിക്കവാറും ട്രാവലറിനാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ പല ഡ്രൈവർമാരാണ്, പല പ്രായത്തിലുള്ള ഡ്രൈവർമാരാണ്. അതിലൊരു ഡ്രൈവർ, അവൻ്റെ പേര് ഞാൻ പറയുന്നില്ല, കാരണം അവൻ എൻ്റെ അടുത്ത സുഹൃത്ത് തന്നെയാണ്. അവൻ്റെ ഭാഗത്ത് ഒരു ചെറിയ മിസ്റ്റേക്കാണ് ഞാനീ പറയുന്നത്. ഇവനുമായിട്ട് പല പ്രാവശ്യം ഞങ്ങൾ ഇടുക്കി പോയ സമയത്ത് എൻ്റെ കൂടെയുള്ള മെഡിക്കൽ ടീമിലെ പിള്ളേർ എന്നോട് വന്ന് പറഞ്ഞു, ചേട്ടാ ഇവനാണ് വണ്ടി ഓടിക്കാൻ ഞങ്ങൾ വരത്തില്ല, കാരണം ഇവർ ഛർദ്ദിക്കുക പുറകെ ഇരുന്നിട്ട്. അപ്പോൾ ഞാൻ പല പ്രാവശ്യം വണ്ടി ഓടിച്ചിട്ടുണ്ട്, ഞാൻ ട്രാവലർ ഓടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അവൻ ആ ലോറി ഓടിക്കുന്ന ആ ഒരു വൈബിലാണ് എന്ത് ചെയ്യുന്നത്, അവൻ ട്രാവലർ ഓടിക്കുന്നത്. അപ്പോൾ അവൻ ആ വളവൊക്കെ വീശും, ഇങ്ങനെ ചെരിഞ്ഞ് പുള്ളി ഇങ്ങനെ വീശുന്നു. അതുപോലെ തന്നെ തിരിച്ചും ഇതുപോലെ വീശുമ്പം പുറകെ ഇരിക്കുന്നൊരു നമ്മുടെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, MBBS കഴിഞ്ഞ ഡോക്ടറാണ്, ക്യാമ്പിന് വന്നതാണ്. പുള്ളി ഒരു പ്രാവശ്യം തെറിച്ചങ്ങ് വീണു ഫ്രണ്ടിലേക്ക്. എന്ന് പറഞ്ഞാൽ ഈ കുത്തനെയുള്ള ഇറങ്ങി പോകുന്ന സമയത്ത് ഇവൻ അത് നോക്കാതെ പിടിച്ചിരിക്കുകയാണല്ലോ, എല്ലാവരും പിടിച്ചിരിക്കുകയാണല്ലോ എന്നുള്ളതിൽ പുള്ളി അങ്ങ് സ്പീഡിലങ്ങ് വിട്ടു. ഞാൻ പറഞ്ഞതിനെ സംബന്ധിച്ച് അതൊരു പ്രായത്തിൻ്റെയാണ്, പക്വതയില്ലായ്മയാണ് ഡ്രൈവറുടെ. ഇപ്പം നമ്മളിതിനെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഒത്തിരി ആൾക്കാർ സോഷ്യൽ മീഡിയ പറഞ്ഞിരിക്കുന്നത് ട്രാവലറിൻ്റെ കുഴപ്പത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ടെമ്പോ ട്രാവലർ അത്ര പോരാ, അതിൻ്റെ ABS സിസ്റ്റം ഒന്നും അത്ര പോരാ, അതിൻ്റെ ബ്രേക്ക് സിസ്റ്റം പോരാ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഏറ്റവും കൂടുതൽ ആളുകൾ ചെറിയ ട്രിപ്പിന് പോകുന്ന ടെമ്പോ ട്രാവലറാണ് ഉപയോഗിക്കുന്നത്. ആംബുലൻസ്, നിങ്ങൾ എവിടെ നോക്കിയാൽ ആംബുലൻസ് എന്താ, ടെമ്പോ ട്രാവലർ, ഫോഴ്സിൻ്റെ വണ്ടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ചുറ്റുവട്ടം നോക്കി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ട്രാവലറുണ്ട്. അങ്ങനെ അപകടം പിടിച്ച ഒരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ, ഇത് ജർമ്മൻ ടെക്നോളജിയിൽ നിർമ്മിച്ചിരിക്കുന്ന വണ്ടിയാണ്. അങ്ങനെ അപകടം പിടിച്ചൊരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇത്ര ആളുകൾ ഇത് ഉപയോഗിക്കുമോ? വണ്ടിയുടെ അല്ല പ്രശ്നം, ഇത് ഓടിച്ച ആളിനെ അപക്വതയാണ്. ഇപ്പം സിമ്പിളായിട്ട് ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, നമ്മുടെ അനുഭവം വെച്ച് നോക്കുമ്പോൾ എനിക്കത് മനസ്സിലായ ഒരു കാര്യം ഇതാണ്. ആ കൊടുമുളക് 13ാമത്തെ വളവ് ഇറങ്ങി വരുന്ന സമയത്ത് ഇവന് ബ്രേക്ക് പോകുന്ന ഈ ഡ്രൈവർക്ക് മനസ്സിലായി. പെട്ടെന്ന് ഇവന് ഈ ഗിയർ ഡൗൺ ചെയ്യുന്നുണ്ടെങ്കിൽ ക്ലച്ച് ചവിട്ടിയിട്ട് വേണം ഗിയർ ഡൗൺ ചെയ്യാൻ, എല്ലാ ഗിയർ ഡൗൺ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ക്ലച്ച് ചവിട്ടുമ്പോഴത്തേന് എഞ്ചിനോടുള്ള ബന്ധം പോകണം. അപ്പോൾ ആ സെക്കൻഡ് കൊണ്ട്, ആ നിമിഷം നേരം കൊണ്ട് എന്ത് ചെയ്തു, വളവിൽ നിന്ന് വണ്ടി താഴോട്ട് പോയതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും വണ്ടി ഓടിക്കാൻ ഫോർ വീലില്ലാത്ത ആൾക്കാർ ആരും ഇല്ല ഇന്നത്തെ കാലത്ത്. എന്നാലും ഞാൻ ഇതിനെക്കുറിച്ച് ഭയങ്കര കൂലങ്കഷമായ ചർച്ചയും കുറ്റപ്പെടുത്തലും കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. അപ്പം ഇതിനെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കാതിരിക്കാൻ മേലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ കാര്യങ്ങൾ സംസാരിക്കുന്നത്. നമ്മൾ വണ്ടി ഓടിക്കുമ്പം ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. അത് നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി, അപകടം ഏത് സമയത്തും വരാൻ കേട്ടോ. നമ്മൾ എത്ര കൃത്യമായിട്ട് ഓടിച്ചാലും ഒറ്റ സെക്കൻഡാണ് ഈ അപകടം എന്ന് പറയുന്ന സംഭവം ഉണ്ടാകുന്നത്. ഒറ്റ സെക്കൻഡിൽ നമുക്കത് ഒന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഒറ്റ സെക്കൻഡ് കൊണ്ട് സംഭവിക്കും. എങ്കിൽ പോലും ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ അപകടം നമുക്ക് ഒഴിവാക്കാം. ഈവൻ വളവിലിപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ ഇറങ്ങി വരുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ച് അതൊക്കെ ഒന്ന് നോക്കി, ആ വളവൊക്കെ കറക്റ്റ് കയറിപ്പോയി അതേ ഗിയറിൽ തന്നെ, ഫസ്റ്റേലാണ് കയറ്റം കയറിപ്പോയി കുത്തനെയുള്ളവർക്ക് ആ ഫസ്റ്റേ തന്നെ നമ്മൾ ഇറങ്ങി വരണം. ഗിയർ ഡൗൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്ന് ബ്രേക്ക് ചവിട്ടുന്നതിന് തുല്യമാണ്. ബ്രേക്ക് പോയ വണ്ടിക്കാണെങ്കിൽ ക്ലച്ച് ചവിട്ടി ഗിയർ അടുത്ത താഴത്തെ ഗിയറിലേക്ക് ഇടുന്നു, പിന്നെ ക്ലച്ച് ചവിട്ടി പെട്ടെന്ന് അടുത്ത ഗിയറിലേക്ക്, അങ്ങനെ ഫസ്റ്റ് ഗിയറിലേക്ക് വരുമ്പം വണ്ടി തുമ്മലാവും. എന്ന് പറഞ്ഞാൽ വണ്ടിക്ക് എരപ്പ് കൂടും, വണ്ടിയുടെ സ്പീഡ് കുറയും. അപ്പോൾ നമുക്ക് എങ്ങനെയാലും ഒന്ന് കൺട്രോൾ ചെയ്ത് ചെറിയ കുഴി ചാടിച്ചിട്ടോ അല്ലെങ്കിൽ കൂടെ ഉള്ളവർക്ക് വല്ല കല്ലോ കട്ടയൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിർത്താൻ പറ്റും. ഇല്ലെന്നുണ്ടെങ്കിൽ കുഞ്ഞു കുഴിയിലാണെങ്കിലും ചാടിച്ച് വണ്ടി നമുക്ക് നിർത്താൻ പറ്റും. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞത് തെറ്റാണോ ഇല്ല എന്നുള്ളത് എന്നെ അറിയാവുന്ന ഒത്തിരി ഡ്രൈവർമാരുണ്ട്, ടെമ്പോ ട്രാവൽ ഓടിക്കുന്ന ആൾക്കാരുണ്ട്.
കോതമംഗലം, മൂവാറ്റുപുഴ, അടിമാലി, ഇടുക്കിയിലെ വിവിധ സ്ഥലങ്ങളിൽ ഇവരൊക്കെ വിളിച്ച് എന്നെ പേഴ്സണലി അറിയാവുന്ന ഫേസ്ബുക്കിൽ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് ഞാൻ പറഞ്ഞ കാര്യം തെറ്റാണെന്നുണ്ടെങ്കിൽ. അപ്പം നമ്മൾ ഇനിയാണെങ്കിലും എൻ്റെ ഒരു സജഷനാണ്, നമ്മൾ വാഹനമായിട്ട് പോകുമ്പോൾ ആ വണ്ടിയുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് മാത്രമുള്ള സ്പീഡ് എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. കാരണം ഇതെല്ലാം നട്ടും ബോൾട്ടിലും പിടിപ്പിച്ചിരിക്കുന്നതാണ്. ബൈക്ക് ആയിക്കോട്ടെ, കാറായിക്കോട്ടെ, ലോറി ആയിക്കോട്ടെ, എന്ത് സാധനമാണ് ഇതൊക്കെ മനുഷ്യനിർമ്മിതമാണ്, നട്ടും ബോൾട്ടുമാണ്. ഏതെങ്കിലും ഒരു നട്ട് ലൂസായി പോയാൽ തീരാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ അതനുസരിച്ച് നോക്കി വളരെ സേഫായിട്ട്, കാരണം നമ്മൾ തന്നെയാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ കുഴപ്പമില്ല, വണ്ടി ഓടിച്ച് തന്നെയാണ് നടക്കുന്നതെങ്കിൽ നമ്മളെ പോകത്തുള്ളൂ. കാരണം നമ്മളൊരു ട്രിപ്പുമായിട്ട് പോകുമ്പം അവിടെ എൻജോയ് ചെയ്യുന്ന, നമ്മളെ ട്രസ്റ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് ടീംസുണ്ട്, അവരുടെ കുറേ ഫാമിലീസുണ്ട്. അവരുടെ സേഫ്റ്റിയാണ് ഏറ്റവും വലുത്. പണ്ടൊരു പ്രാവശ്യം ടൂറിസ്റ്റ് ബസ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മളെ സർക്കാർ ഇവിടെ ടൂറിസ്റ്റ് ബസ്സിൻ്റെ പെയിൻറ്റ് മാറ്റി വെള്ള കളറാക്കി. അപകടം ഉണ്ടാകാതിരിക്കുമോ? കാരണം ഒന്ന് നമ്മൾ ചെയ്യേണ്ടത് അവയർനെസ്സാണ്. വണ്ടി ഓടിക്കുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് ട്രാവലർ ആയിക്കോട്ടെ, ടൂറിസ്റ്റ് ബസ് ആയിക്കോട്ടെ, മറ്റുള്ളവരെയും കൊണ്ട് യാത്ര ചെയ്യുന്നത്. ഇപ്പം KSRTC നമ്മൾ കാണുന്നുണ്ട് പല അപകടകരമായ രീതിയിലൊക്കെ പോകുന്നത്. ഇവർക്കൊക്കെ ബോധവൽക്കരണ ക്ലാസ്സാണ് ഈ വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കേണ്ടത്. കാരണം ഇവർ മൂലം അനാഥമാകുന്നത് മറ്റു ഫാമിലികളാണ്. അപ്പോൾ ഇനിയും അങ്ങനെയുള്ള ദുരന്തങ്ങൾ നമുക്ക് വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അല്ല വേറൊന്നും നമുക്ക് ചെയ്യാനില്ല. പിന്നെ അശ്രദ്ധമായ ഡ്രൈവിംഗ് ഒഴിവാക്കി കുറച്ചുകൂടെ പ്രൊഫഷണലായിട്ട്, ഇപ്പം ഞാൻ പറയാമല്ലോ, ഞാൻ സ്ഥിരമായിട്ട് വണ്ടി നടക്കുന്ന ആൾ, 4 വീലർ തന്നെയാണ് എൻ്റെ ജോലി സംബന്ധമായിട്ട് നടക്കുന്നത്. മിക്ക ദിവസവും ചില സമയങ്ങളിൽ ഞാൻ വണ്ടി ചവിട്ടി നിർത്താറുള്ളൂ. എന്താണെന്നറിയോ? ഭയങ്കര ബ്രൈറ്റ്നസ് ഉള്ള ലൈറ്റ് ഉപയോഗിക്കുന്ന ചില ആളുകളുണ്ട്. അവർ ഡിം അടിക്കത്തില്ല. അവർ വളരെ റഫായിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. കണ്ണ് കാണാൻ മേലാതെ പല പ്രാവശ്യം ഞാൻ വണ്ടി ചവിട്ടി നിർത്തി അതിന് ശേഷം പോകുന്ന സമയങ്ങളുണ്ട്. നമ്മളിത് ആരോട് പറയാനാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പം ഇനിയും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. കാണാൻ അടുത്ത വീഡിയോയുമായി ഇതുവരേക്കും ബൈ ബൈ.